അല്ല, പാർലമെന്റ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. പാർലമെന്റ് ഒന്നും ഇപ്പം കൂടുന്ന ഒരു പ്രസക്തി ഇല്ല. ഇപ്പൊ ശൈത്യകാല സമ്മേളനം 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ. അതിനിടയിലാണ് നമ്മളിപ്പോ ഹരിയാന അടക്കമുണ്ടായിരുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വോട്ട് ചോരൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ SIR എന്ന് പറഞ്ഞപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിനിടയിലാണ് SIR. അപ്പൊ വോട്ട് ചോരല് നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ, ഇലക്ഷൻ കമ്മീഷനാണെങ്കിൽ വിശ്വാസതയില്ല. ബീഹാറിൽ പോലും VVPATകൾ പാറി നടക്കുകയാണ് നഗരത്തിലാകമാനം. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിലെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് ഒന്നൊരു വിഷയമേ അല്ല. ജനാധിപത്യം കാറ്റിൽ പറത്തുക എന്നുള്ളതാണ് അവരുടെ മിനിമം അജണ്ട. ആ സ്ഥിതിയിലാണ് പാർലമെന്റും നടക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിന്റെ സമഗ്രമായ മാറ്റം, ഇവിടെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, വികസന അജണ്ടയോടൊപ്പം പാവപ്പെട്ടവരെ കരുതുന്ന മിനിമമായിട്ടുള്ള പദ്ധതികൾ. നാടിന്റെ വികസനം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതിൽ ഓരോ കോർപ്പറേഷനിലും ഓരോ പഞ്ചായത്തിലും പ്രത്യേക മാനിഫെസ്റ്റോകൾ ഉണ്ടാവും. അത് തയ്യാറാക്കി ജനങ്ങളുമായി സംവാദം നടത്തിയിട്ട് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ച് ഉണ്ടാക്കുന്ന മാനിഫെസ്റ്റോകളാണ് പഞ്ചായത്തിലും കോർപ്പറേഷനിലും വെക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവന്റെ, പ്രയാസപ്പെടുന്നവന്റെ, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടുന്നവന്റെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കുന്ന പദ്ധതികളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് UDF.